നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 മെയ് 23 വിഷു ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ്. ഈ നറുക്കെടുപ്പ് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. ഇവിടെ നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെ ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ, അതായത് വിഷു ബമ്പറിനെ കുറിച്ചാണ്. വിഷു ബമ്പറിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ 2026 മെയ് 23 നറുക്കെടുക്കുന്ന വിഷു ബമ്പറിനെ കുറിച്ചാണ്. കാരണം ഈ വിഷു ബമ്പർ, അതായത് നമ്മൾ ലോട്ടറി എടുക്കുന്നതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. അത് കഴിയുന്നവർ എടുക്കുക, ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം നമ്മൾ നിർബന്ധിച്ചാൽ നിങ്ങൾ എടുക്കണം എന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ചില ആൾക്കാർ കമൻറ്റിൽ പറയും നിങ്ങൾ ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരും പ്രൊമോഷനൊന്നുമല്ല ചെയ്യുന്നത്. ഗവൺമെന്റിന് നമ്മുടെ പ്രൊമോഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ 26 വിഷു ബമ്പർ, 2026 വിഷു ബമ്പർ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള 12 നക്ഷത്രക്കാരെ കുറിച്ചാണ് സാധ്യത കാണുന്നത്. ഈ 12 നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഈ ലോട്ടറി അടിക്കും. അതിൽ ഈ 12 നക്ഷത്രത്തിൽ ഏതെങ്കിലും നക്ഷത്രക്കാർക്ക് ഈ ലോട്ടറി അടിച്ചിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്ര ഈ ഒരു സമയം അവരുടെ ഭാഗ്യം അവരുടെ കൂടെയായിരിക്കും എന്നുള്ളതാണ്. കാരണം അതിന് പല സാഹചര്യങ്ങളും ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ 12 നക്ഷത്രക്കാരെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള നക്ഷത്രക്കാർ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക, ഞാൻ ലോട്ടറി എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത്. ഒരു ശ്രമം നടത്തുക. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തിയ ആൾക്കാരാണെന്ന് ജീവിതത്തിൽ വിജയം നേടിയിരിക്കുന്നത്. നമുക്കറിയാം, പല മേഖലകളിൽ എടുത്തു നോക്കിയാൽ പേടിച്ചു നിന്നവരാരും ജീവിതത്തിന്റെ പുറകോട്ടേ പോകുന്നുള്ളൂ, മുന്നോട്ട് വരുന്നില്ല. ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ എന്തിനും മുന്നിട്ടിറങ്ങുമ്പോൾ മാത്രമേ അവരോടൊപ്പം ഒരു അനുഗ്രഹം പോലെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഭാഗ്യവും അവർക്ക് അനുകൂലമാവും. ഇങ്ങനെ ഒത്തുചേരുമ്പോഴാണ് ഒരാള് ഏതൊരു മേഖലയിലും വിജയിക്കുന്നത്. അങ്ങനെ പല വിജയങ്ങളും നമ്മളിവിടെ കണ്ടവരാണ് നമ്മൾ. അതുപോലെ ലോട്ടറിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു പരീക്ഷണം പോയാൽ 300 രൂപ പോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആ നക്ഷത്രക്കാരാരാണ് നമ്മൾ സമയം കളയാതെ നോക്കാം എത്രയും പെട്ടെന്ന്. ഇതില് ആദ്യം വരുന്ന നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു ബമ്പർ അടിക്കാൻ യോഗം കാണുന്ന നക്ഷത്രക്കാരാണ്. ഈ പറയുന്ന 3 നക്ഷത്രക്കാര്, അവിട്ട നക്ഷത്രക്കാർക്ക്, ചതയ നക്ഷത്രക്കാർക്ക്, പൂരുരുട്ടായി നക്ഷത്രക്കാർക്ക് ഇതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ നക്ഷത്രക്കാര് നിങ്ങൾ ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെയോ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഭാഗ്യസൂക്തം വഴിപാട് കഴിക്കുന്നതും ഭാഗ്യം തെളിയാൻ ഒരു കാരണമാകും. ഭാഗ്യസൂക്തം, ശ്രീ സൂക്തം, ഇതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും കുംഭക്കൂറിൽ വരുന്ന ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വിഷു ബമ്പർ അടിക്കാൻ യോഗം കാണുന്ന നക്ഷത്രക്കാരാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. അടുത്ത് പറയാൻ പോകുന്ന നക്ഷത്രം ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാരാണ്. ഈ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാർക്കും ഈ പറയുന്ന വിഷു ബമ്പർ അടിക്കാൻ യോഗം കാണുന്നുണ്ട്. കാരണം ഇവരും ഈ കൂട്ടത്തിലുള്ള നക്ഷത്രക്കാരാണ്. 12 നക്ഷത്രക്കാരിൽ വരുന്ന നക്ഷത്രക്കാർ ധനുക്കൂറുകാർ. ഇവർക്കും ചില ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യം തെളിയാൻ ഒരു സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ പറയുന്ന മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ്.
ഇവരെന്തായാലും മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ദേവിക്ക് നല്ല വഴിപാടുകൾ ചെയ്യുക, ഈ കനകധാര സ്തോത്രം ജപിക്കുക. ഇതൊക്കെ ഇവർക്ക് ഭാഗ്യം അനുകൂലമാവാനും ഉള്ള സാഹചര്യങ്ങൾ ഒത്തുചേരും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നല്ല രീതിയിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇവർക്ക് എല്ലാ ഭാഗ്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ശ്രമം നടത്തി നോക്കുക. അടുത്ത നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർ. തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യത്തിനുള്ള ഒരു സമയം കൂടിയാണ് കാണുന്നത്. ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർ തുലാക്കൂറിൽ വരുന്ന ഇവർക്കും ഈ 2026 വിഷു ബമ്പർ അടിക്കാൻ യോഗം കാണുന്ന നക്ഷത്രക്കാരാണ്. ഇവരും ഈ പറഞ്ഞ മാതിരി വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. എന്തായാലും തിരുപ്പതി വെങ്കടാചലപതി തിരുപ്പതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. തിരുപ്പതി ഭഗവാനെ ക്ഷേത്ര ദർശനം നടത്തി കഴിയാവുന്ന വഴിപാടുകൾ ചെയ്തു പോരുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാരാണ്. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഇതുപോലെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഇവര് നല്ല രീതിയിൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, കുബേരനെ പ്രാർത്ഥിക്കുക. ഇവർക്ക് വലിയ ഭാഗ്യങ്ങളായിരിക്കും വന്നു ചേരുക. കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർ ഇവരുടെ ഭാഗ്യം തെളിയുന്ന സമയം കൂടിയാണ്. ധനഭാവത്തിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനോടൊപ്പം തന്നെ ശുക്രന്റെ ആ ഒരു അനുഗ്രഹവും ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ വലിയ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ പറയുന്ന 4 കൂറുകാരും, അതായത് 4 കൂറിൽ വരുന്ന 12 നക്ഷത്രക്കാരും ഒരു ശ്രമം നടത്തി നോക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അമാവാസി കറുത്ത വാവിന് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.